വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 1-ാം പുസ്തകം 21-ാം അധ്യായം. അവൻ എഴുന്നേറ്റ യാത്രയായി ജോനാഥൻ നഗരത്തിലേക്കും പോയി. ദാവീദ് പോയത് നോബിലേക്ക്, പുരോഹിതനായ അഹിമെലെക്കിന്റെ അടുത്തേക്കാണ്. ദാവീദിനെ എതിരേൽക്കാൻ അഹിമെലെക്കിന് വിറയലായിരുന്നു. അയാൾ അവനോട് ചോദിച്ചു, നീ എന്താണ് തനിച്ച്? നിന്നോടുകൂടെ ഒരാളുമില്ലല്ലോ? ദാവീദ് പുരോഹിതനായ അഹിമെലെക്കിനോട് പറഞ്ഞു, രാജാവ് എന്നോട് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ ഏൽപ്പിച്ചയക്കുന്ന കാര്യം ഒരാളും ഒട്ടും അറിയാതിരിക്കട്ടെ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭൃത്യന്മാരെ ഇന്ന സ്ഥലത്ത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിന്റെ കൈവശം എന്തുണ്ട്? 5 അപ്പം എന്റെ കയ്യിലേക്ക് തരിക, അല്ലെങ്കിൽ ഉള്ളതാകട്ടെ. പുരോഹിതൻ ദാവീദിനോട് മറുപടിയായി പറഞ്ഞു, വിശുദ്ധ അപ്പമല്ലാതെ സാധാരണ അപ്പം എന്റെ കൈവശമില്ല. ഭൃത്യന്മാർ സ്ത്രീയിൽ നിന്ന് സ്വയം വിരക്തി പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതുമുള്ളൂ. ദാവീദ് മറുപടിയായി പുരോഹിതനോട് പറഞ്ഞു, ഞാൻ പുറപ്പെടുമ്പോൾ സ്ത്രീ ഞങ്ങൾക്ക് നിഷിദ്ധയാകുകയാണ് പതിവ്. സാധാരണ യാത്രയിൽ പോലും ഭൃത്യന്മാരുടെ പാത്രങ്ങൾ വിശുദ്ധിയുള്ളതാണ്. അപ്പോൾ ഇന്ന് പാത്രം എത്രയോ വിശുദ്ധമായിരിക്കും. പുരോഹിതൻ അവന് വിശുദ്ധ വസ്തു കൊടുത്തു. എന്തെന്നാൽ ചൂടുള്ള അപ്പം വയ്ക്കാനായി കർത്തൃസന്നിധിയിൽ നിന്ന് തിരുസാന്നിധ്യ അപ്പം എടുക്കുന്ന ദിവസം മാറ്റപ്പെട്ടതൊഴികെ വേറെ അപ്പം അവിടെ ഉണ്ടായിരുന്നില്ല. സാവൂളിന്റെ ഭൃത്യന്മാരിൽ നിന്ന് ഒരാൾ അന്ന് അവിടെ കർത്താവിന്റെ സന്നിധിയിൽ തടവിലാക്കപ്പെട്ടിരുന്നു. അവന്റെ പേര് ഏദോംകാരൻ ദോയഗ് എന്നായിരുന്നു. അവൻ സാവൂളിന്റെ ഇടയന്മാരിൽ പ്രമാണിയായിരുന്നു. ദാവീദ് അഹിമെലെക്കിനോട് ചോദിച്ചു, അങ്ങയുടെ കൈവശം ഇവിടെ കുന്തമോ വാളോ ഇല്ലെന്നുണ്ടോ? രാജകാര്യം അടിയന്തരമായിരുന്നതുകൊണ്ട് ഞാൻ എന്റെ വാളോ ഉപകരണങ്ങളോ കയ്യിലെടുത്തില്ല. പുരോഹിതൻ പറഞ്ഞു, ഏലാ താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫിലിസ്തീയക്കാരൻ ഗോലിയാത്തിന്റെ വാൾ ഒരു ശീലയിൽ പൊതിഞ്ഞ് അതാ ഏഫോദിന്റെ പുറകിലിരിക്കുന്നു. അത് നിനക്ക് സ്വീകാര്യമെങ്കിൽ എടുത്തുകൊള്ളുക. അതല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ലല്ലോ. ദാവീദ് പറഞ്ഞു, അതിന് തുല്യം മറ്റൊന്നില്ല, അതെനിക്ക് തന്നാലും. ദാവീദ് എഴുന്നേറ്റ് സാവൂളിന്റെ മുൻപിൽ നിന്ന് അന്നു തന്നെ പലായനം ചെയ്ത് ഗത്ത് രാജാവായ അക്കീഷിന്റെ അടുത്തെത്തി. അക്കീഷിന്റെ ദാസന്മാർ അവനോട് പറഞ്ഞു, ഇവനല്ലേ നാട്ടുരാജാവായ ദാവീദ്? ഇവനെ കുറിച്ചല്ലേ നൃത്തങ്ങളോടെ അവർ ഇപ്രകാരം സംഘഗാനം ആലപിച്ചത്? സാവൂൾ തന്റെ 1000 പ്രഹരിച്ചു, ദാവീദാകട്ടെ തന്റെ 10,000. ഇക്കാര്യങ്ങൾ ദാവീദ് തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അവൻ ഗത്ത് രാജാവായ അക്കീഷിനെ പ്രതി വളരെയധികം ഭയപ്പെട്ടു. അവരുടെ ദൃഷ്ടികളിൽ അവൻ തന്റെ ഭാവം മാറ്റി. അവരുടെ പിടിയിൽ വെച്ച് അവൻ ബുദ്ധിഭ്രമം നടിച്ചു. കവാടവാതിലുകൾക്കുമേൽ കുത്തിവരയ്ക്കുകയും തന്റെ താടിയിലേക്ക് തുപ്പലൊലിപ്പിക്കുകയും ചെയ്തു. അക്കീഷ് തന്റെ സേവകരോട് ചോദിച്ചു, ഇതാ ഇവൻ ഭ്രാന്ത് കാണിക്കുന്നവനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അവനെ എന്തിന് നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവന്നു? എന്റെ അടുത്ത് ഭ്രാന്ത് കാണിക്കാൻ നിങ്ങൾ ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവായതുകൊണ്ടാണോ? എന്റെ ഭവനത്തിലാണോ ഇവൻ വരേണ്ടത്? സാമുവേലിന്റെ 1-ാം പുസ്തകം 22-ാം അധ്യായം. ദാവീദ് അവിടെ നിന്ന് നടന്ന് അദുല്ലാം ഗുഹയിലേക്ക് രക്ഷപ്പെട്ടു. അവന്റെ സഹോദരന്മാരും പിതൃഭവനം മുഴുവനും ഇത് കേട്ട് അവന്റെ പക്കലേക്ക് ഇറങ്ങിച്ചെന്നു. കഷ്ടപ്പെടുന്നവനും ബാധ്യതയുള്ളവനും തിക്തമനസ്സുള്ളവനുമായ ഓരോ ആളും അവന്റെ പക്കൽ ഒരുമിച്ചുകൂടി. അവർക്ക് അവൻ നേതാവായി. 400ഓളം പേർ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ദാവീദ് അവിടെ നിന്ന് മോവാബിന്റെ മിസ്പയിലേക്ക് യാത്രയായി. അവൻ മോവാബ് രാജാവിനോട് ചോദിച്ചു, ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയുന്നതുവരെ എന്റെ മാതാപിതാക്കന്മാർ നിങ്ങളോടൊപ്പം കഴിഞ്ഞുകൊള്ളട്ടെയോ? അവരെ അവൻ മോവാബ് രാജസമക്ഷം വിട്ടു. ദാവീദ് രക്ഷാസങ്കേതത്തിലായിരുന്ന കാലമത്രയും അവർ അവനോടൊത്ത് താമസിച്ചു. പ്രവാചകനായ ഗാദ് ദാവീദിനോട് പറഞ്ഞു, രക്ഷാസങ്കേതത്തിൽ നീ താമസിക്കേണ്ട, പോകൂ, യൂദാദേശത്തേക്ക് ചെല്ലൂ. അങ്ങനെ ദാവീദ് ഹെരത്ത് വനത്തിൽ ചെന്നെത്തി. ദാവീദും കൂട്ടാളികളും കണ്ടുപിടിക്കപ്പെട്ടെന്ന് സാവൂൾ കേട്ടു. ഗിബയായിലെ ഒരു കുന്നിൻ പുറത്തെ പിജുല മരത്തിന്റെ ചുവട്ടിൽ സാവൂൾ ഇരിക്കുകയായിരുന്നു. തന്റെ കുന്തം അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവനോട് ചേർന്ന് അവന്റെ എല്ലാ ദാസന്മാരും നിലയുറപ്പിച്ചിരുന്നു.
സാവൂൾ തന്നോട് ചേർന്ന് നിലയുറപ്പിച്ചിരുന്ന തന്റെ ദാസന്മാരോട് പറഞ്ഞു, ബെഞ്ചമിന്യരെ കേൾക്കുവിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്സയുടെ മകൻ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും സമ്മാനിക്കുമോ? നിങ്ങൾ എല്ലാവരെയും സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായി നിയമിക്കുമോ? ജസ്സയുടെ മകനുമായി എൻ്റെ മകൻ സഖ്യമുണ്ടാക്കിയപ്പോൾ ആരും എന്നോട് വെളിപ്പെടുത്താതെ നിങ്ങൾ എല്ലാവരും എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയല്ലോ. എനിക്കെതിരെ എൻ്റെ ദാസനെ ഒരു ഉപജാപകനായി എൻ്റെ മകൻ ഇന്നത്തേതുപോലെ നിർത്തിയപ്പോൾ നിങ്ങളിൽ നിന്നാരും എന്നോട് ചേർന്ന് വ്യസനിച്ചില്ലല്ലോ, എന്നോട് അത് വെളിപ്പെടുത്തിയതുമില്ലല്ലോ. അപ്പോൾ സാവൂളിന്റെ സേവകന്മാരോട് ചേർന്ന് നിലയുറപ്പിച്ചിരുന്ന ഏദോംകാരനായ ദോയേഗ് മറുപടിയായി പറഞ്ഞു, നോബിലേക്ക്, അതായത് അഹിത്തൂബിന്റെ പുത്രനായ അഹിമെലെക്കിന്റെ അടുത്തേക്ക് ജസ്സയുടെ മകൻ വന്നത് ഞാൻ കണ്ടിരുന്നു. അവന് വേണ്ടി അയാൾ കർത്താവിനോട് ആരായുകയും അവനെ ഭക്ഷണപ്പൊതി നൽകുകയും ഫിലിസ്തീയക്കാരൻ ഗോലിയാത്തിന്റെ വാൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അഹിത്തൂബിന്റെ മകനും പുരോഹിതനുമായ അഹിമെലെക്കിനെയും നോബിലെ പുരോഹിതന്മാരായി അവന്റെ പിതൃഭവനത്തിലുള്ള എല്ലാവരെയും കൊണ്ടുവരുന്നതിന് രാജാവ് ആളയച്ചു. അവരെല്ലാവരും രാജാവിന്റെ പക്കൽ വന്നു. സാവൂൾ പറഞ്ഞു, അഹിത്തൂബിന്റെ പുത്ര, കേട്ടാലും. ഇതാ ഞാൻ എൻ്റെ യജമാനനെ. അവൻ പറഞ്ഞു. സാവൂൾ അവനോട് ചോദിച്ചു, ജസ്സയുടെ മകന് നീ അപ്പവും വാളും കൊടുത്തും ഇന്നത്തേതുപോലെ എനിക്ക് നേരെ ഒളിപ്പോരിന് എഴുന്നേൽക്കാൻ അവന് വേണ്ടി ദൈവത്തോട് ആരാഞ്ഞും നീയും അവനും കൂടി എനിക്കെതിരായി എന്തിന് ഗൂഢാലോചന നടത്തി? അഹിമെലെക്ക് മറുപടിയായി രാജാവിനോട് പറഞ്ഞു, നിന്റെ എല്ലാ സേവകന്മാരിലും വെച്ച് ദാവീദിനെ പോലെ വിശ്വസ്തനായി ആരുണ്ട്? അവൻ രാജാവിന്റെ മരുമകനും നിന്റെ അംഗരക്ഷക ഗണത്തിന്റെ അധിപനും നിന്റെ ഭവനത്തിൽ ആദരിക്കപ്പെടുന്നവനുമാണ്. അവന് വേണ്ടി ദൈവത്തോട് ആരായുന്നതിന് ഇന്നു ഞാൻ തുടക്കമിട്ടു. അതെനിക്ക് ഇടയാകാതിരുന്നെങ്കിൽ തന്റെ ദാസൻ മൂലം രാജാവ് ഈ പ്രശ്നം തന്റെ പിതൃഭവനം മുഴുവനും മേൽ ചുമത്താതിരിക്കട്ടെ. എന്തെന്നാൽ നിന്റെ ദാസൻ ഇതിൽ ചെറുതോ വലുതോ ആയ ഒരു കാര്യവും അറിഞ്ഞിരുന്നില്ല. രാജാവ് പറഞ്ഞു, അഹിമെലെക്ക്, നീയും നിന്റെ പിതൃഭവനം മുഴുവനും തീർച്ചയായും മരിക്കണം. രാജാവ് തന്നോട് ചേർന്ന് നിലയുറപ്പിച്ചിരുന്ന അംഗരക്ഷകരോട് ആജ്ഞാപിച്ചു, നിങ്ങൾ വളഞ്ഞ് കർത്താവിന്റെ ഈ പുരോഹിതന്മാരെ കൊന്നുകളയുവിൻ. തീർച്ചയായും ഇവരുടെ കൈയും ദാവീദിന്റെ പക്ഷത്താണ്. എന്തെന്നാൽ അവൻ ഒളിച്ചോടുന്നവനാണെന്നറിഞ്ഞിട്ടും ഇവർ അത് എന്നോട് വെളിപ്പെടുത്തിയില്ല. എന്നാൽ കർത്താവിന്റെ പുരോഹിതന്മാരെ ആക്രമിക്കാൻ തങ്ങളുടെ കൈ നീട്ടുന്നതിന് രാജസേവകന്മാർ തയ്യാറായില്ല. അപ്പോൾ രാജാവ് ദോയേഗിനോട് പറഞ്ഞു, തിരിഞ്ഞ് ഈ പുരോഹിതന്മാരെ ആക്രമിക്കുക. ഏദോംകാരനായ ദോയേഗ് തിരിഞ്ഞ് പുരോഹിതന്മാരെ ആക്രമിച്ചു. ചണ ഏഫോദ് ധരിച്ച 85 പേരെ അന്ന് അവൻ വധിച്ചു. അവൻ പുരോഹിത നഗരമായ നോബിനെ, സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും പൈതങ്ങളെയും വാൾത്തലയാൽ വധിച്ചു. കാള, കഴുത, ആട് ഗണവും വാൾത്തലക്കിരയാക്കി. എന്നാൽ അഹിത്തൂബിന്റെ മകൻ അഹിമെലെക്കിന്റെ അബിയാദർ എന്നു പേരുള്ള ഒരു മകൻ രക്ഷപ്പെട്ട് ദാവീദിന്റെ പിന്നാലെ പലായനം ചെയ്തു. കർത്താവിന്റെ പുരോഹിതന്മാരെ സാവൂൾ വധിച്ചുവെന്ന് അബിയാദർ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് അബിയാദറിനോട് പറഞ്ഞു, ഏദോംകാരനായ ദോയേഗ് അവിടെ ഉണ്ടായിരുന്നതിനാൽ അവൻ തീർച്ചയായും സാവൂളിനോട് പറയുമെന്ന് അന്ന് തന്നെ എനിക്ക് അറിയാമായിരുന്നു. നിന്റെ പിതൃഭവനത്തിന്റെ ഓരോ ജീവനും ഞാൻ ഉത്തരവാദിയായി. നീ ഭയപ്പെടേണ്ട, എന്നോടുകൂടെ കഴിഞ്ഞുകൊള്ളുക. കാരണം എന്റെ ജീവൻ തേടുന്നവൻ നിന്റെയും ജീവൻ അന്വേഷിക്കുന്നു. എന്നോടൊത്ത് നീ തീർച്ചയായും സുരക്ഷിതനായിരിക്കും. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവനെ സ്പർശിക്കുകയില്ല. ഭോഷന്മാരുടെ ദൃഷ്ടികളിൽ അവർ മരിച്ചതായി കാണപ്പെടുന്നു. അവരുടെ പുറപ്പാട് ദൗർഭാഗ്യമായി അക്കൂട്ടർ കരുതി. നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും, എന്നാൽ അവർ ശാന്തിയിലാണ്. മനുഷ്യദൃഷ്ടിയിൽ ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അമർത്യതാഭരിതമാണ് അവരുടെ പ്രത്യാശ. ലഘുവായ ശിക്ഷണത്തിനു ശേഷം വലുതായ നന്മ അവർക്ക് നൽകപ്പെടും. എന്തെന്നാൽ അവരെ ദൈവം പരിശോധിക്കുകയും തനിക്ക് യോഗ്യരെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഉലയിൽ സ്വർണമെന്ന പോലെ അവരെ അവിടുന്ന് ശോധന ചെയ്യുകയും പൂർണ്ണ ഹോമയാഗം പോലെ സ്വീകരിക്കുകയും ചെയ്തു. അവിടുന്ന് സന്ദർശിക്കുന്ന വേളയിൽ അവർ പ്രശോഭിക്കും. വക്യൂലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. അവർ ജനതകളെ വിധിക്കും, ജനങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തും. കർത്താവ് എന്നേക്കും അവരെ ഭരിക്കും. അവിടുന്നിൽ ആശ്രയമർപ്പിച്ച അവർ സത്യം ഗ്രഹിക്കും. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. എന്തെന്നാൽ
അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടു കൂടെയാണ് കൃപയും കരുണയും. നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ ഉപേക്ഷിക്കുകയും ചെയ്ത അധർമ്മികൾക്ക് അവർ ചിന്തിച്ചതിനൊത്ത വിധം ശിക്ഷ ലഭിക്കും. ജ്ഞാനവും ശിക്ഷണവും പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ്. അവരുടെ പ്രത്യാശ വ്യർത്ഥവും കഠിനാധ്വാനങ്ങൾ നിഷ്ഫലവുമാണ്. അവരുടെ തൊഴിൽ നിരുപയോഗവുമാണ്. അവരുടെ ഭാര്യമാർ വിവേകരഹിതരും അവരുടെ മക്കൾ ദുർമാർഗികളുമാണ്. ശാപഗ്രസ്തമാണ് അവരുടെ ജന്മം. പാപകരമായ വേഴ്ചയിൽ ഏർപ്പെടാത്തവളും കളങ്കരഹിതയുമായ വന്ധ്യ അനുഗ്രഹീതയാണ്. ആത്മാക്കളുടെ പരിശോധനയിൽ അവൾക്ക് ഫലമുണ്ടാകും. തന്റെ കരത്താൽ നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാതിരുന്നവനും കർത്താവിനെതിരെ അകൃത്യങ്ങൾ ആലോചിക്കാതിരുന്നവനുമായ ഷണ്ഡനും അപ്രകാരം തന്നെ. എന്തെന്നാൽ വിശ്വസ്തതയുടെ പ്രത്യേക കൃപയും കർത്താവിന്റെ ആലയത്തിൽ ഏറെ ആനന്ദകരമായ അവകാശവും അവന് നൽകപ്പെടും. നല്ല പരിശ്രമത്തിന്റെ ഫലം മഹത്വരമത്രേ. വിവേകത്തിന്റെ വേര് അറ്റുപോവുകയില്ല. വ്യഭിചാരികളുടെ സന്തതികൾ പക്വത പ്രാപിക്കുകയില്ല. നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലം നശിപ്പിക്കപ്പെടും. ദീർഘകാലം ജീവിച്ചാലും അവൾ ഒരു വിധത്തിലും പരിഗണിക്കപ്പെടുകയില്ല. അവസാനം അവരുടെ വാർദ്ധക്യവും ബഹുമാനിതമായിരിക്കില്ല. യൗവനത്തിൽ മരിച്ചാലും അവർക്ക് പ്രത്യാശയ്ക്ക് വകയില്ല. വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല. അധർമ്മിയുടെ തലമുറയുടെ അവസാനം ദുരിതപൂർവമായിരിക്കും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24 അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശു തന്നെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ പറ്റിയാണ് നിങ്ങൾ നടന്നുകൊണ്ട് അന്യോന്യം വാദപ്രതിവാദം ചെയ്യുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലെയോപ്പാസ് എന്നു പേരുള്ളവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ അവരോട് ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ അവനോട് പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും ജനം മുഴുവന്റെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും ഭരണാധിപന്മാരും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ ക്രൂശിക്കുകയും ചെയ്തു. ഇവൻ ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതിനൊക്കെ പുറമെ ഇവയെല്ലാം സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ അവർ കല്ലറയെങ്കിൽ പോയിരുന്നു, എന്നാൽ അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയെങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അനന്തരം മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിലെല്ലാം തന്നെപ്പറ്റി എഴുതിയിരുന്നവ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. എന്നാൽ അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ വസിക്കുക. സായങ്കാലമായി, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ വസിക്കാൻ അകത്ത് പ്രവേശിച്ചു. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അവനാകട്ടെ അവരിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും നമ്മോട് വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നപ്പോഴും നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? അവർ ആ മണിക്കൂറിൽ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ചുണ്ടായവ എന്തെന്നും അപ്പമുറിക്കലിൽ അവർ അവനെ തിരിച്ചറിഞ്ഞതെങ്ങനെയെന്നും അവർ വിശദീകരിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും
സത്യമാർഗമേ എൻ്റെ